നമസ്കാരം, എല്ലാവർക്കും M4 മൊബൈൽ ടെക് എന്നെ ചാനലിലേക്ക് സ്വാഗതം. മാസ്ക് വയ്ക്കട്ടെ. ഓക്കെ, അപ്പോൾ നല്ല ഓണത്തിരക്കൊക്കെ ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ നല്ല ബിസി ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഒന്നും പോസ്റ്റ് ചെയ്യാതിരുന്നത്. ഇപ്പോൾ തിരക്കൊക്കെ കഴിഞ്ഞു, ഫ്രീ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വർക്കിനിരിക്കുകയാണ്. അപ്പോൾ എനിക്കിന്ന് കിട്ടിയിട്ടുള്ളത് വിവോയുടെ ഒരു മോഡലായ Y71 എന്ന മോഡലാണ്. അതെൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് തന്നതാണ്. അപ്പോൾ ആളുടെ ഇന്നത് താഴത്ത് വീണ് പൊട്ടി നാശമായി. അപ്പോൾ അത് ചില്ലൊക്കെ പൊട്ടിയിട്ടുണ്ട്, ആകെ പോയി ഡിസ്പ്ലേ പോയിട്ടുണ്ട്. ഇപ്പോൾ നോക്കിയപ്പോൾ ചെറിയൊരു വൈബ്രേഷൻ മാത്രമല്ലോ. വൈബ്രേഷനുള്ളപ്പോൾ എന്തായാലും നോക്കി നോക്കാം, റെഡിയാക്കാൻ പറ്റുമോ നോക്കാം എന്ന നിലയിലാണ് വാങ്ങിയത്. അപ്പോൾ എന്തായാലും ഡിസ്പ്ലേ എന്തായാലും മാറണതിൻ്റെ, അങ്ങനെ ചില്ലൊക്കെ പൊട്ടി കൈമ കുത്തി കയറുന്നുണ്ട് ചില്ലൊക്കെ. അപ്പോൾ പിന്നെ കണ്ടൻറ്റ് കിട്ടാനില്ല വീഡിയോ പോസ്റ്റിനായിട്ട്. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഇങ്ങനൊരു റീസ്റ്റോറേഷൻ വീഡിയോ എന്ന നിലയ്ക്ക് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാൻ വിചാരിച്ചത്. അപ്പോൾ എന്തായാലും ഞാൻ അധികം വൈകിപ്പിക്കുന്നില്ല. അപ്പോൾ അതാണ് എൻ്റെ സ്ഥലം. ഞാൻ ഇതിനെക്കുറിച്ചൊരു വീഡിയോ മുൻപ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അധികം ലാഗ് അടുപ്പിക്കുന്നില്ല, നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്ന് കാണിക്കുന്നത് വിവോയുടെ Y71 റീസ്റ്റോറേഷൻ വീഡിയോ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ മോഡൽ വിവോയുടെ Y71. കണ്ട ആകെ പൊട്ടി തകർന്നിട്ടുണ്ട്. പിന്നെ ചെറിയൊരു ബെൻഡൊക്കെ ഉണ്ട് ഫോൺ, നല്ല കുറച്ച് വളർന്നിട്ടിരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും റെഡി ആക്കണം. പിന്നെ ഞാൻ വോയിസ് ഞാൻ പറയില്ല, ഞാൻ എന്തെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കിട്ടാൻ ഞാൻ ചെയ്യാം. അതുപോലെ പ്ലേ ബാക്ക് സ്പീഡ് ഒരു 2x സ്പീഡാക്കാം. കാരണം അത് സർവീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വോയിസ് പറഞ്ഞുകൊണ്ടിരുന്നാലേ അത് ചിലപ്പോൾ കോൺസെൻട്രേഷൻ പോകും. അപ്പോൾ അത് കാരണമാണ്. പിന്നെ പ്ലേ ബാക്ക് ഒരു കുറച്ച് സ്പീഡാക്കിയിട്ട് ഇടാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോറടിക്കും. ഈ സർവീസിങ്ങിൻ്റെ ഒന്നും അത്ര ഇൻട്രസ്റ്റിംഗ് അല്ലല്ലോ. ഓക്കെ, അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം.
What we do here is go back. ഫോൺ റെഡി ആയിട്ടുണ്ട്. എന്താ പറയുക, ഞാൻ പ്രതീക്ഷിച്ചില്ല, ശരിയാവുമെന്ന് പ്രതീക്ഷിച്ചില്ല. ഫോൺ ക്ലിയറായി. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ വല്ല ഫോണൊക്കെ ഇതുപോലെ കെയർ ആയിട്ടിരിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് തന്നോ, ഞാൻ റെഡിയാക്കി തരാം. പിന്നെ അതുപോലെ എന്താ പറയുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ
നിങ്ങൾക്ക് എൻ്റെ ആ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും ഇനി അടുത്ത വീഡിയോ ഞാൻ നാളെ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.